ഹായ് ഡിയർ ഫ്രണ്ട്സ്, മൈൻഡ് മിറർ വിത്ത് സമീറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, ഞാൻ എത്രയൊക്കെ നല്ലത് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ചിലർ എൻ്റെ നന്മ കാണാത്തത് എന്ന്? ഒരാളെ സഹായിച്ചു, അവർക്ക് വിഷമമുണ്ടായപ്പോൾ കൂടെ നിന്നു, സ്വന്തം സമയം പോലും മാറ്റിവെച്ച് അവർക്കായി പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ അവസാനം നന്ദി പറയുന്നതിന് പകരം കുറ്റപ്പെടുത്തലാണ് കിട്ടിയത്. അപ്പോൾ മനസ്സിലൊരു വേദന വരും. പ്രശ്നം എന്നിലാണോ എന്നൊരു സംശയം പോലും തോന്നും. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എല്ലാവരും ഒരേ രീതിയിലല്ല ലോകത്തെ കാണുന്നത്. ഓരോ മനുഷ്യനും മറ്റുള്ളവരെ കാണുന്നത് അവരുടെ മനസ്സിന്റെ കണ്ണാടിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരേ വ്യക്തിയെ ഒരാൾ വളരെ നല്ലവനായി കാണുമ്പോൾ മറ്റൊരാൾ വളരെ മോശമായി കാണാം. അതിനു കാരണം നിങ്ങൾ മാറിയതല്ല, അവർ കാണുന്ന മനോനിലയാണ് വ്യത്യസ്തമായത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു മനോഹരമായ പൂവ് കണ്ടാൽ ചിലർ അതിന്റെ സൗന്ദര്യം ആസ്വദിക്കും, ചിലർ അതിന്റെ സുഗന്ധം ആസ്വദിക്കും. എന്നാൽ ചിലർക്ക് ആദ്യം കാണുന്നത് അതിന്റെ മുള്ളുകളാണ്. പൂവ് ഒരിക്കലും മാറിയിട്ടില്ല, മാറുന്നത് അത് കാണുന്ന കണ്ണുകളാണ്. മനുഷ്യരുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സത്യം. ഫ്രണ്ട്സ്, ചിലരുടെ ഉള്ളിൽ അസൂയ ഉണ്ടാകും, അത് അവർ തുറന്നു പറയില്ല. പക്ഷേ മറ്റൊരാളുടെ സന്തോഷം കാണുമ്പോൾ അവരുടെ മനസ്സ് അസ്വസ്ഥമാകും. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് കാണുമ്പോൾ അവരുടെ സ്വന്തം ജീവിതം പിന്നിലാണെന്ന് തോന്നാം. അപ്പോൾ അവർ നിങ്ങളുടെ വിജയത്തെ അഭിനന്ദിക്കുന്നതിന് പകരം അതിനെ ചെറുതാക്കി കാണിക്കും. കാരണം നിങ്ങളുടെ നേട്ടം അംഗീകരിക്കുന്നത് അവരുടെ ഉള്ളിലെ അസ്വസ്ഥതയെ കൂടുതൽ വലുതാക്കും. സുഹൃത്തുക്കളെ, മറ്റു ചിലർ എപ്പോഴും താരതമ്യത്തിലൂടെയാണ് ജീവിക്കുന്നത്. അവർ സ്വന്തം ജീവിതം മറ്റുള്ളവരുടെ ജീവിതമായി താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കും. അത്തരക്കാർക്ക് നിങ്ങൾ നേടുന്ന ഓരോ ചെറിയ വിജയവും ഒരു പ്രചോദനമാകില്ല, മറിച്ച് ഒരു ഭീഷണിയായിട്ടായിരിക്കും തോന്നുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ അവർ പറയുന്നത്, ഇതിൽ എന്താണ് ഇത്ര വലിയ കാര്യം എന്ന്. ആ വാക്കുകൾ നിങ്ങളുടെ കഴിവിനെ കുറിച്ചല്ല പറയുന്നത്, അവരുടെ മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. വീണ്ടും ചില ആളുകൾക്ക് സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് മറ്റൊരാളുടെ മേൽ ചുമത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്ര സത്യസന്ധനായാലും അവരുടെ കഥയിൽ കുറ്റക്കാരൻ നിങ്ങളായിരിക്കും. കാരണം അതാണ് അവരുടെ മനസ്സ് സ്വയം സംരക്ഷിക്കാൻ കണ്ടെത്തുന്ന മാർഗം. സുഹൃത്തുക്കളെ, ഇതെല്ലാം കാണുമ്പോൾ നമ്മളിൽ പലരും ഒരു വലിയ തെറ്റ് ചെയ്യാറുണ്ട്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളാകാൻ ശ്രമിക്കും. പക്ഷേ സത്യത്തിൽ അത് ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾ എത്ര നല്ലവനായാലും എത്ര സത്യസന്ധനായാലും ആരെങ്കിലും ഒരാൾ നിങ്ങളെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് എല്ലാവരുടെയും അംഗീകാരം നേടി ജീവിക്കുന്നത് അവസാനം വരെ നമ്മളെ ക്ഷീണിപ്പിച്ചുകൊണ്ടിരിക്കും. നല്ലവനായിരിക്കുക എന്നത് വളരെ മനോഹരമായ ഒരു ഗുണമാണ്. പക്ഷേ നല്ലവനായിരിക്കുക എന്നതിന്റെ പേരിൽ സ്വന്തം സമാധാനം നഷ്ടപ്പെടുത്തരുത്. ആവശ്യമുള്ളപ്പോൾ ഇല്ല എന്ന് പറയാൻ പഠിക്കണം. അതിരുകൾ നിശ്ചയിക്കണം. കാരണം അതിരുകൾ ഇല്ലാത്ത നന്മയെ പലരും ബലഹീനതയായി തെറ്റിദ്ധരിക്കും. ഫ്രണ്ട്സ്, നിങ്ങളുടെ മൂല്യം തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരുടെ അഭിപ്രായമല്ല. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് മറ്റൊരാളുടെ പ്രശംസ കിട്ടിയാൽ മാത്രമേ ഞാൻ നല്ലവനാകൂ എന്ന് ഒരിക്കലും കരുതരുത്. ഓർമ്മിക്കൂ, കണ്ണാടി മലിനമാണെങ്കിൽ അതിൽ കാണുന്ന മുഖത്തിന് ഒരു തെറ്റുമില്ല. അതുപോലെ ചിലർ നിങ്ങളുടെ നന്മ കാണുന്നില്ലെങ്കിൽ അതിന് എല്ലായ്പ്പോഴും നിങ്ങൾ കാരണമാകണമെന്നില്ല. ചിലപ്പോൾ അത് അവരുടെ ജീവിതാനുഭവങ്ങളാകാം, അവരുടെ മുറിവുകളാകാം, അവരുടെ അസൂയയാകാം, അല്ലെങ്കിൽ അവരുടെ മനസ്സിന്റെ പരിമിതികളാകാം. ഫ്രണ്ട്സ്, അതുകൊണ്ട് നന്മ ചെയ്യുന്നത് ഒരിക്കലും നിർത്തരുത്. പക്ഷേ നന്മ ചെയ്യുമ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുമെന്ന പ്രതീക്ഷ മാത്രം ഉപേക്ഷിക്കൂ. പ്രതീക്ഷ കുറയുമ്പോൾ മനസ്സമാധാനം കൂടും. മറ്റുള്ളവരുടെ അംഗീകാരമല്ല, സ്വന്തം മനസാക്ഷിയുടെ അംഗീകാരമാണ് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത്. ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. നിങ്ങളെ നഷ്ടപ്പെടുത്താതെ നല്ല മനുഷ്യനായി ജീവിക്കൂ. ഓക്കെ, ഇറ്റ്സ് മീ സമീറ. യു ആർ വാച്ചിങ് മൈൻഡ് മിറർ വിത്ത് സമീറ. നിങ്ങളുടെ മനസ്സിന്റെ കണ്ണാടിയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.